അപ്പോൾ ഒരു ഇലക്ട്രിക് സൈക്കിളൊക്കെ നോക്കി നടക്കുന്ന ആൾക്കാർ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. ഹലോ ഗൈസ്, നമ്മുടെ ഗരേജിൽ ഇതാ മറ്റൊരു സൈക്കിളൂടെ വന്നിരിക്കുകയാണ്. എല്ലാ തവണയും ബൈക്കല്ലേ പറയണം, ഇത്തവണ വെറൈറ്റിക്ക് നമ്മളൊരു പുതിയ സൈക്കിൾ ഇറക്കിയിരിക്കുകയാണ്. ഇത് ഈ മോട്ടോറാഡിന്റെ ടീറക്സ് എയർ എന്ന് പറഞ്ഞൊരു അടിപൊളി ബ്രാൻഡാണ് കേട്ടോ. ഇത് വെറും ഒരു സൈക്കിളല്ല, ഇതൊരു ഇലക്ട്രിക് സൈക്കിളാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിലൂടെ ഈ ഒരു ടീറക്സ് എയറിന്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ടും കാണുക. നമ്മുടെ ചാനലിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം എല്ലാം കമന്റ് ആയിട്ടും കൂടെ അറിയിക്കാം. ഈ ഒരു സൈക്കിളിന്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് വരുന്നത് നമ്മുടെ MS ധോണിയാണ് കേട്ടോ. MS ധോണി അഭിനയിച്ച ഒരുപാട് ആടുകളൊക്കെ ഇവരുടെ പേജിലേക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു സൈക്കിളിനെ നോക്കിയത്. അപ്പം നമ്മുടെ ഈ ഒരു സൈക്കിളിന്റെ ഫ്രെയിം വരുന്നത് ഹൈ ടെൻസൽ സ്റ്റീലാണ് കേട്ടോ. ആ ഒരു സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചതാണ് ഇതിന്റെ ഒരു ഫ്രെയിം. വലിയ വെയിറ്റ് ഒന്നും വരുന്നില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സൈക്കിൾ തന്നെയാണ്. ഇതിന്റെ ഫ്രണ്ട് സസ്പെൻഷന് 100 mm ട്രാവൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല, സസ്പെൻഷൻ നമുക്ക് ലോക്ക് ചെയ്ത് യൂസ് ചെയ്യാനും പറ്റും. അതിന് ലോക്ക് ഈ ഒരു സൈഡിലാണ് വരുന്നത്. ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ സസ്പെൻഷൻ ലോക്കായി. അത് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ആക്ഷൻ ഉണ്ടാവും. നമുക്ക് ഓഫ് റോഡും ഓൺ റോഡൊക്കെ അടിപൊളിയായിട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ മെക്കാനിക്കൽ ബ്രേക്സ് വരുന്നുണ്ട്. അത് ഓട്ടോ കട്ട് ഓഫോട് കൂടിയാണ് ഇതിന്റെ ഒരു ബ്രേക്ക് സിസ്റ്റം വർക്ക് ആവുന്നത്. ഇതിന്റെ ഒരു മോട്ടർ എന്ന് പറഞ്ഞാൽ ഹബ്ബ് മോട്ടർ സെറ്റപ്പ് ആണ് ഇതിൽ വരുന്നത്. 36 വാട്ടിന്റെ ലിഥിയം അയോൺ ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. പിന്നെ നമ്മുടെ ഒരു ബൈക്കിൽ വരുന്നത് ഡബിൾ വാൾ അലുമിനിയം അലോയ് റിംസ് ആണ് കേട്ടോ. അത് ഫ്രണ്ടിലും ബാക്കിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ സൈക്കിളിനൊക്കെ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണല്ലേ. സൈക്ലിംഗ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചില സമയങ്ങളിൽ കുറച്ചും കൂടെ സ്പീഡായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് തോന്നും. അങ്ങനെയുള്ളവർക്ക് പറ്റിയ സൈക്കിളാണ് നമ്മുടെ ടീറക്സ് എയർ. ഇതിൽ ഒരു മോട്ടറും കൂടെ വരുന്നുണ്ട്. അതായത് നമ്മൾ പെഡൽ ചെയ്ത് തളരുമ്പോൾ നമുക്ക് ആ മോട്ടർ ഒന്ന് ഓൺ ആയി കഴിഞ്ഞാൽ അതിന്റെ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബൈക്ക് യൂസ് ചെയ്യുന്ന പോലെ ഈ ഒരു സൈക്കിൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു മോഡലിൽ വരുന്നത് 7 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പല സ്പീഡിലും ഈ ഒരു സൈക്കിൾ ചവിട്ടാനും ഓടിക്കാനും പറ്റും കേട്ടോ. ഇതിന്റെ ബാറ്ററി ഫുൾ ചാർജ് ആവാനായിട്ട് ഏകദേശം 4 മുതൽ 5 മണിക്കൂർ മാത്രം മതി. ഈ ഒരു 5 മണിക്കൂർ കൊണ്ട് 40 മുതൽ 50 കിലോമീറ്റർ വരെ നമുക്ക് റേഞ്ചും കിട്ടും. അതിന്റെ ഒപ്പം പെഡലും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അധികം കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റും. ഫ്രണ്ടിലും ബാക്കിലും അടിപൊളി ഡിസ്ക് സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ബ്രേക്കിങ്ങിന്റെ കാര്യത്തിൽ വലിയ ഡൗട്ടൊന്നും വേണ്ട. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ബ്രേക്ക് ചെയ്ത് വണ്ടി നിർത്താനും പറ്റും. പിന്നെ ഇതിന്റെ ഫ്രണ്ട് വീലൊക്കെ ഈസിലി നമുക്ക് ഡിസ്മാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ കാറിൽ നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റും. ഞാനിപ്പം കാറിലാണ് ഈ ഒരു സൈക്കിൾ സെറ്റ് ചെയ്തുകൊണ്ട് വന്ന് വീഡിയോ എടുക്കാനായിട്ട് ഇവിടെ വന്നത് കേട്ടോ. പിന്നെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ബാറ്ററി നമുക്ക് റിമൂവ് ചെയ്ത് നമുക്കിത് ചാർജ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന്റെ ലോക്കിംഗ് സെറ്റപ്പ് ഈ ഒരു സൈഡിൽ വരുന്നുണ്ട്. ഇത് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി ഈസി ആയിട്ട് ഇതാ ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ഊരിയെടുത്ത് ഈ ഒരു പോർഷനിലാണ് അതിൻ്റെ ചാർജിങ് സെറ്റപ്പ് വരുന്നത്. ചാർജർ നമുക്ക് ഏത് പ്ലഗ് പോയിന്റിൽ വേണമെങ്കിലും കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാൻ പറ്റും. ഇത് 32 വാട്ടിൻ്റെ ലിഥിയം അയോൺ ബാറ്ററിയാണ് ഈ ഒരു സൈക്കിളിൽ വന്നിരിക്കുന്നത് കേട്ടോ. ഇതിൽ തന്നെ ലോക്കിംഗ് സെറ്റപ്പ് ഉണ്ട്. ഇത് തിരിച്ചു കഴിഞ്ഞാൽ ഒരു ലോക്ക് ഓൺ ആവും. പിന്നെ ആരൊക്കെ ഇതിൽ നിന്ന് എടുത്തുകൊണ്ട് ബാറ്ററി എടുത്തുകൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല. അത് തിരിച്ച് അൺലോക്ക് ചെയ്ത് വേണമെങ്കിൽ മാത്രം നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു ബൈക്കിന്റെ ഫ്രെയിമിന് 5 വർഷത്തെ വാറണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ മോട്ടോർ ഷെല്ല്, ഹബ്ബ്, കൺട്രോളറിനെല്ലാം 1 വർഷത്തെ വാറണ്ടി കമ്പനി കൊടുക്കുന്നുണ്ട്. ഫ്രെയിമിനും മറ്റു പാർട്സിനും വാറണ്ടി ഉള്ളതുപോലെ തന്നെ നമ്മുടെ ബാറ്ററിക്കും 2 വർഷത്തെ വാറണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സൈക്കിളിന്റെ മാക്സിമം വെയിറ്റ് ലോഡിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 110 kg ആണ്. എനിക്ക് ഏകദേശം ഒരു 85 കിലോയൊക്കെ കാണും. നിങ്ങൾ കണ്ടിട്ട് എത്ര തോന്നുന്നു? ഒരു 10-80 കിലോ തോന്നില്ലേ? എനിക്ക് എന്നാൽ 72 കിലോ ഉള്ളൂ. എനിക്ക് ഈസി ആയിട്ട് ഈ ഒരു സൈക്കിള് വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ ഈസി ആയിട്ട് ഒരു ബിഗിനർക്ക്, അതായത് 2 വീലർ യൂസ് ചെയ്ത് പഠിച്ച ആർക്ക് വേണമെങ്കിൽ ഈ ഒരു സൈക്കിൾ ഈസി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. ഇതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. ഇതിലിപ്പം നമുക്ക് മോട്ടർ ഓൺ ആക്കണം എന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലൊരു കീ കൊടുത്തിട്ടുണ്ട്. ആ കീ ഓണാക്കുക, ഇതിൻ്റെ സ്വിച്ച് പ്രസ് ചെയ്യുക, ഹോൾഡ് ചെയ്ത് പിടിക്കുക ഒരു 2 സെക്കൻഡ്. അപ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയുടെ മോട്ടർ ഓൺ ആവും തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ ആർക്കെങ്കിലും ഈ ഒരു സൈക്കിൾ പർച്ചേസ് ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞാൽ അത് പർച്ചേസ് ചെയ്യാനുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ 01 മൂസ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രൊമോ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ളൊരു ഡിസ്കൗണ്ടും കൂടെ കിട്ടുന്നതായിരിക്കും. ഡിസ്കൗണ്ടിനൊപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ 1-2 സമ്മാനങ്ങളും കൂടെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു സൈക്കിളിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സൈക്കിൾ ചവിട്ടുന്നെങ്കിൽ സൈക്കിൾ ചവിട്ടിയും പോവാം. അതല്ല നിങ്ങൾക്ക് കുറച്ച് തളർന്ന് നിങ്ങൾക്ക് ഓക്കെ എല്ലാം തോന്നിക്കഴിഞ്ഞാൽ മോട്ടർ ഓണാക്കി നിങ്ങൾക്ക് ആ ഒരു മോട്ടറിൻ്റെ ഇതിലൊരു ബൈക്ക് ഓടിക്കുന്ന ഫീൽ ചെയ്ത് കൊണ്ടുപോകാനും പറ്റും കേട്ടോ.
അപ്പോൾ ഞാൻ എന്തായാലും സിറ്റിയിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു ബൈക്ക് ഇതുവഴിയൊക്കെ ഒന്ന് ഓടിച്ചൊന്ന് എക്സ്പീരിയൻസ് ചെയ്യട്ടെ. ഈ ഒരു ഡിസ്പ്ലേ വളരെ ചെറുതാണെങ്കിൽ ഇതിൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എത്ര സ്പീഡിലാണ് പോകുന്നത്, എത്ര കിലോമീറ്റർ കവർ ചെയ്തു, വണ്ടിയുടെ സ്പീഡ്, ടൈം, ബാക്കി കാര്യങ്ങളെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ടൂ വീലറൊക്കെ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എപ്പോഴും ഒരു ഹെൽമെറ്റ് പ്രോപ്പറായിട്ട് ധരിച്ചിട്ട് മാത്രം യൂസ് ചെയ്യുക. നമ്മുടെ റോഡിൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ. അത്യാവശ്യം നല്ല അടിപൊളി 2 ടയേഴ്സാണ് നമ്മുടെ ഒരു ബൈക്കിന് കമ്പനി കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇവർക്ക് ഈ ഒരു മോഡൽ മാത്രമല്ല മറ്റനേകം മോഡൽസ് എല്ലാം അവൈലബിൾ ആണ്. അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ അറിയാൻ പറ്റും. വണ്ടിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് അവരത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ ധോണിയാണ് ബ്രാൻഡ് അംബാസിഡർ, ഞാനാണ് ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നതെന്ന് ആരും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ഈ ഒരു സൈക്കിളൊക്കെ വാങ്ങി ഉപയോഗിക്കാം. അപ്പോൾ നമ്മളെ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പേജും കൂടെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമെല്ലാം കമൻറ്റായിട്ട് അറിയിക്കുക. എന്നാൽ പിന്നെ ഹാപ്പി സൈക്ലിംഗ്.